ഒറിജിനൽ മാമ്പഴം പോലെ തന്നെ ഉണ്ടല്ലോ. പക്ഷെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വലിയ മാമ്പഴം ഉണ്ടാവും? എടി എനിക്കിത് കാണുമ്പോൾ മാമ്പഴം വിശ്വാസമൊന്നുമില്ലല്ലോ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. എടി ഈ കത്തി കൊണ്ടുവന്നേ ഞാൻ നിനക്ക് മുറിച്ച് കാണിച്ചു തരാം, നോക്ക്. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇത്രയും വലിയ മാമ്പഴോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ മാമ്പഴം കണ്ടിട്ടേ ഇല്ല. ഓ പിന്നെ അല്ല, ഞാനാണ് ഇപ്പോൾ ഇത് കണ്ടിരിക്കുന്നത്. ഞാനും ഇത് ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. എന്നാലും എൻ്റെ മനുഷ്യ, എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റാവുന്നത്. ഇത്രയും വലിയ ആപ്പിൾ ഉണ്ടാവോ? വന്നോ സ്കൂൾ വിട്ടേ? അമ്മേ, ഞാൻ ഇതാ എത്തി. നാളെ ഫസ്റ്റ് ഡേ അല്ലേ, എങ്ങനെയുണ്ടായിരുന്നു? ആമ്മേ അടിപൊളിയാ, പുതിയ ക്ലാസ്സാ. എന്ത് രസമാണെന്നറിയോ പുതിയ ക്ലാസ്സിൽ, നല്ല രസമുണ്ട്. പക്ഷെങ്കിലും അമ്മേ, പഴയ ടീച്ചറല്ല, ഇപ്പൊ പുതിയ ടീച്ചറാ. അവരാണെങ്കിലേ ഭയങ്കര ടെററാ. അതെയോ മോളെ? അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ, കുഴപ്പമൊന്നുമില്ല. മോള് പോയേ ഫ്രഷ് ആയിട്ട് വാ. ഞാനേ മോക്ക് വേണ്ടിയിട്ട് പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മോള് ഫ്രഷ് ആയിട്ട് വന്നേ. ആ ശരി അമ്മേ. അമ്മേ, ഞാൻ ലക്ഷ്യേച്ചിയുടെ വീട് വരെ പോയി വരട്ടെ. വേണ്ട മോളെ, ഇപ്പൊ പോകണം കേട്ടോ. ഇപ്പൊ മോള് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് അമ്മ ഉണ്ടാക്കി പലഹാരം കഴിക്കും, എന്നിട്ട് വേണം പോയിട്ട് വാ കേട്ടോ. പ്ലീസ് അമ്മേ, പോയിട്ട് വന്നോട്ടെ. എനിക്ക് മോളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടമ്മേ. പോവാന്നല്ലേ പറഞ്ഞത് നിന്നോട്? ഇപ്പൊ പോവാം, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അമ്മയും വരാമെന്ന് വെച്ചിട്ട് കുറേയല്ലേ അമ്മയ്ക്കും കണ്ടിട്ട്. മോളെ ഇപ്പൊ നീ കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. നാളെ സ്കൂളിലോ, നാളെ ലീവല്ലേ. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും നാളെ അവളുടെ വീട്ടിലോട്ട് പോവാം കേട്ടോ. ആ ശരി. അയ്യോ, കുറേ സമയമായി തോന്നുന്നത്. ഇന്നെന്താ അമ്മച്ചി എന്നെ വിളിക്കാൻ വരാത്തത്? ഈ മിന്നുകളെ കൊണ്ട് തോറ്റു ഞാൻ. എല്ലാം മാറി വിതറിട്ടിരിക്കുക. ഇനിയിപ്പോൾ അമ്മച്ചക്കാർ വന്നാവണം, എന്നെ വഴക്ക് പറയിക്കും. ഇവളോട് രാത്രി എത്ര പ്രാവശ്യം പറഞ്ഞതാ ഞാൻ, ഇങ്ങനെ വാരി വലിച്ച് കളിപ്പാട്ടങ്ങൾ താഴെ ഇടലേ ഇടലേ. എന്നാലോ ഇവളൊന്നും കേൾക്കില്ല. എടി പാത്തോ, പാത്തോ. ഹലോ, ഉമ്മല്ലാ വരുന്നത്? ഇന്ന് എനിക്ക് തെറി ഉറപ്പാ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ, വരുന്നത് വരട്ടെ. എന്താ ഉമ്മ? മോളെ, ആർക്കും വേണ്ടിയിട്ടേ ഞാനേ രാവിലെ തന്നെ നമ്മുടെ ചേച്ചിയുടെ അടുത്തുനിന്നേ നല്ല മാമ്പഴം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഇതൊന്ന് കഴിച്ചു നോക്കിയേ, എന്ത് ടേസ്റ്റാണെന്നറിയോ? എല്ലാവരും വാങ്ങിക്കൊണ്ട് പോയിക്കണ്. നോക്കട്ടെ അമ്മച്ചി. ഹായ്, എന്ത് ടേസ്റ്റാ അമ്മച്ചി? അതേ മോളെ, എന്തോരം ടേസ്റ്റ് തന്നെയോ. അതുകൊണ്ട് എല്ലാവരും വന്ന് വാങ്ങിക്കൊണ്ട് പോവാ അവരുടെ കയ്യിൽ നിന്ന്. അമ്മച്ചി, എനിക്ക് ഇനിയൊരു കഷ്ണം കൂടി തരുമോ? അയ്യോ, നീ തന്നെ തിന്നാല് നിന്നെ മോക്കും വേണ്ടേ? മതി, ഒരു കഷ്ണം തിന്നാൽ മതി കേട്ടോ. ആ ശരി അമ്മച്ചി. പിന്നെ എന്നോടൊരു കാര്യം പറയുന്നത്, ഇവിടെ ആകെ കളിപ്പാട്ടങ്ങൾ വാരി ഇങ്ങോട്ട് വിതറിയിരിക്കുക. ഇതൊന്ന് ഈ പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തേ. അമ്മച്ചി, ഇത് ഞാനെന്നാ ഇവിടെ ഇങ്ങനെ വൃത്തികേടാക്കിയിരിക്കുന്നത്? അത് മിന്നുമോളാ. അതിനെന്താ, എനിക്ക് ക്ലീൻ ആക്കി കൂടെ? അവള് ചെറിയ കുട്ടല്ലേ, പെട്ടെന്ന് തന്നെ ഈ ഇതൊന്ന് ക്ലീൻ ആക്കിയേ. ആ ശരി, ഞാൻ ക്ലീൻ ആക്കിക്കൊണ്ട്. മാങ്ങ വേണോ മാങ്ങ, മാങ്ങ വേണോ മാങ്ങ, നല്ല മുഴുത്ത മാങ്ങ വേണോ മാങ്ങ, കടന്നു വരി. വലിയ മാങ്ങ വേണോ വലിയ മാങ്ങ, വേണ്ടവർ ഇങ്ങോട്ട് വരി, കടന്നു വരി. ചേട്ടാ, കുറച്ച് മാങ്ങ തരുമോ? ഇന്ന മോനെ പിടിച്ചോ. താങ്ക് യു ചേട്ടാ. എടി അവിടെ മാങ്ങിയിരിപ്പില്ലേ, തീർന്നോ? ഇഷ്ടം പോലെ ഇനിയുണ്ട്. അതെയോ? എന്നാലും കുറച്ചും കൂടി കൊണ്ട് ഇവിടെ വെച്ചോ, ഇതാ ആൾക്കാർ വരുന്നുണ്ട്. ഇത് തീരട്ടേട്ടാ, ഇനി തീർന്നു കഴിഞ്ഞപ്പോൾ കൊണ്ടുവരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കൂട്ടുകാരെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് ആദ്യനന്ദ, ഹായ് സാത്വിക, ഹായ് റിച്ചു.